കാർഗിൽ വിജയ് ദിവസ് സ്മരണയിൽ രാജ്യം. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കാർഗിൽ മലനിരകളിൽ പോരാടി വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യമെങ്ങും ആദരം. ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും 3 സേനാ മേധാവിമാരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവിയും കര നാവിക വ്യോമസേനാ തലവന്മാരും പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി അസാധാരണ ധൈര്യവും മനക്കരുത്തും ദൃഢനിശ്ചയവും പ്രകടിപ്പിച്ച ധീര ജവാന്മാരെ ആദരിക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സൈനികരുടെ സേവനത്തിന് ഇന്ത്യ എന്നും കടപ്പെട്ടിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. വീരമൃത്യു വരിച്ച സൈനികരെ ആദരിക്കുന്നതിനായി ദ്രാസിൽ സംഘടിപ്പിച്ച പദയാത്രയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തും പങ്കെടുത്തു. ദ്രാസിലെ സ്മാരകത്തിൽ ഇരുവരും പുഷ്പചക്രം അർപ്പിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം യുവാക്കൾ ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. वीर जवानों की शौर्य गाथा को याद करने का अवसर है. आज का अवसर ये मेरे देश के युवा साथियों को हमारे देश के जवानों से प्रेरणा लेकर राष्ट्र के प्रति अपना समर्पण भाव व्यक्त करने का अवसर है. 3000-ലധികം വോളണ്ടിയർമാർ പദയാത്രയിൽ അണിനിരന്നു. സംസ്ഥാനങ്ങളിൽ നടന്ന കാർഗിൽ വിജയ് ദിവസ് പരിപാടികളിൽ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുത്തു. ഇന്ത്യൻ വ്യോമസേനയും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ചു. സൈനികരുടെ ധൈര്യവും ത്യാഗവും ദൃഢനിശ്ചയവും രാജ്യത്തെ ഐക്യപ്പെടുത്തുമെന്നും വ്യോമസേന എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.